ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്കയൊക്കെ ധാരാളമുള്ളൊരു സമയമാണല്ലോ. നമുക്കൊരു ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ നല്ലവണ്ണം വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ ചക്കയുടെ റെഡിയാക്കി വെച്ച ചക്ക, അതായത് ചീളാക്കിയിട്ട് ചക്ക കട്ടിയില്ലാതെ ഇതാക്കി വെക്കണം, അരിഞ്ഞ് വെക്കണം. ഈ ചക്ക കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇത് ഒരു ഫുൾ ചക്കയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ണങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ അതിലേക്ക് ഇടുകയാണ്. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം നല്ലൊരു സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അല്പം സാഹസപ്പെടണം എന്നേ ഉള്ളൂ. നല്ലോണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റിയായ ഫുഡാണ്. അതിനായി ഞാനിവിടെ 2 പ്രാവശ്യം ഉണ്ടാക്കുകയാണ്. അത് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് സമയം കുറച്ചധികം എടുക്കുന്നത് കൊണ്ട് 2 പ്രാവശ്യമാക്കി കണക്കാക്കുകയാണ്. ശരിക്കും ഇതിലും കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ വേഗത്തിൽ കുറച്ചും കൂടെ കുറച്ച് ഇട്ടാകുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറേ ആയി കഴിയും, ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ശബ്ദം വരും. പിന്നെ ഇതിന് നിറം മാറ്റവും സംഭവിക്കും. അങ്ങനെ നിറം മാറ്റം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് എള്ളോ രസത്തിന് വേണ്ടിയിട്ട് കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഒരു ഭാഗം നന്നായി കഴിഞ്ഞു, കോരി എടുക്കുകയാണ്. കോരി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു കുറേ കാലത്ത്, അതായത് 2-3 മാസം വരെയൊക്കെ നമുക്ക് ഈ ചക്ക ഒരു കേടും വരാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കും മറ്റും നമുക്കിത് എടുത്ത് കഴിക്കാം. അതല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് കുറിക്കാൻ നല്ലതാണ്. ഇത് ഇപ്പം നല്ല പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കോരി ഒഴിക്കാൻ നല്ലൊരു ശബ്ദമൊക്കെ വരുന്നുണ്ട്, നല്ല വാസന വരുന്നുണ്ട്. നല്ല സൂപ്പർ സാധനമായിട്ടാണ് നമുക്കത് കിട്ടിയത്. ആഹാ, തിന്നാൻ നല്ല രസം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കടിച്ചാൽ കറുമുറു ചെല്ലുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു കൊണ്ടാട്ടമാണ്. കുറച്ച് സാഹസപ്പെടണമെന്നേ ഉള്ളൂ. നല്ലൊരു വിഭവമാണ്. അതായത് ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് നല്ലൊരു ഭക്ഷണമായിട്ടാണ് കാണുന്നത്. ഷുഗറുകാർക്കൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പറ്റിയ ഒരു സാധനം. ഇതിനെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.